ഷെരീഫിൻ്റെ ജീവിതത്തിൽ പ്രകൃതിയോട് ഇറങ്ങി ജീവിക്കുന്ന അതിൻ്റെ രക്തമുള്ള രീതിയിലാണ് ഷെരീഫിൻ്റെ പ്രവർത്തനങ്ങൾ. ആൾ എത്ര ഉണ്ട് കൂടെ എന്ന് നോക്കിയിട്ടല്ല, ഇത്തരത്തിലുള്ള മനസ്സിൽ എത്ര പേരിൻ്റെ കൂടെ എന്ന് മാത്രം നോക്കി ഉള്ള ആളുകൾ, അത് ഒരാളാണെങ്കിലും ഒരാളാണെങ്കിലും കൂടെ കൊണ്ടുപോയി അതുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ലേറ്റായത് ഹജ്ജിൻ്റെ ചാർജ് എനിക്കുള്ളതുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് കൂടെ വന്നപ്പോൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ചൂട് രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ ഈ 18 ലക്ഷം ഹാജിമാരും ടെൻറ്റുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കി ഗേറ്റിലൊക്കെ ഇറങ്ങുന്ന ഗേറ്റുകളിലൊക്കെ പോലീസിനെ നിർത്തി കൺട്രോൾ ചെയ്തിരിക്കുക. അതിന് കാരണം ഹജ്ജിൻ്റെ ഒറ്റ ദിവസം തന്നെ കേരളത്തിൽ നിന്ന് 5 പേര് മരണപ്പെട്ടു. ഡീഹൈഡ്രേഷനും അറ്റാക്കുമാണ്. കേരളത്തിലെ ഇന്നത്തെ മരണം എന്ന് പറയുന്നത് 10 പേര് മരിച്ചു 3 ദിവസം കൊണ്ടാണ്. ഇത് ഒന്ന് പ്രായമുള്ളവരും ക്ഷീണിതരുമൊക്കെയാണ്. അതിൻ്റെ കൂടെ ഈ ഉഷ്ണവും ഡീഹൈഡ്രേഷൻ, അവർ എത്ര വെള്ളം കൊണ്ടുപോയാലും അത് തികയില്ല, വഴിയിൽ നിന്ന് എത്ര കിട്ടിയാലും അത് തികയില്ല.